ആ ഏറ്റവും രസകരമായ വാർത്ത ഇതാണ്. എൻ്റെ അമ്മോ, ഈ വാർത്ത നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര നഷ്ടമായിരിക്കും. നഷ്ടം. ഈ വാർത്തയെ നിങ്ങൾ വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് വേറെ ചെറിയ ചെറിയ വീഡിയോ ഒക്കെ ഇട്ടോ, എന്നാലും കുഴപ്പമില്ല, ഇടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത്ര മനോഹരമായ വാർത്ത നിങ്ങൾക്ക് ചൈനയിൽ നിന്ന് പോലും കേൾക്കാൻ സാധിക്കില്ല. എന്താ വരുന്നത്? ഒരു മിനിറ്റ്. എവിടെ? ഓക്കെ. പോലീസിൻ ഖുഷിനഗർ. ഖുഷിനഗർ പറഞ്ഞതിൻ്റെ അർത്ഥം അറിയാലോ, സന്തോഷകരമായ നഗരം എന്നാണ് അതിൻ്റെ അർത്ഥം. ഖുഷി. പക്ഷേ ഇന്ത്യയിൽ ഖുഷിനഗർ എന്ന് പേരുള്ളതായിരിക്കും ഏറ്റവും കൂടുതൽ ദുഃഖം ഉണ്ടാവുക. ഓക്കെ. ഖുഷിനഗർ ഉത്തർപ്രദേശ് അറിയാലോ, ഭൂലോക തീവ്രവാദികളുടെ ഒരു സ്ഥലമാണത്. പിന്നെ ഡീറ്റെയിൻ മദർസ മാനേജർ, അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഒന്നിക്കൽ മദർസ മാനേജർ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ പാതിരി, അവരെ അറസ്റ്റ് ചെയ്യുള്ളൂ. മദർസ മാനേജർ ആഫ്റ്റർ ഡിസ്കവറിങ് മെയ്ഡ് ഇൻ പാകിസ്ഥാൻ ഫാൻ. കണ്ടില്ലേ, എന്തിനാണ് അറസ്റ്റ് ചെയ്തത്? എല്ലാവരും ശ്രദ്ധിച്ചോളണം കേട്ടോ. നമുക്ക് കേരളത്തിൽ ഇങ്ങനത്തെ ഒക്കെ ഭരണം വരണേ, ഇല്ലെങ്കിൽ നമുക്ക് ഉറക്കം കിട്ടൂല. എന്തിനാണ് അറസ്റ്റ്? ഒരു മദർസയിൽ ഫാന് മെയ്ഡ് ഇൻ പാകിസ്ഥാൻ ആ ഫാനിൽ എഴുതിയിട്ടുണ്ട്. അതിന് ആ മദർസയിലത്തെ പിന്നെ ഉസ്താദിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് ഒരൊറ്റ ഏറാണ്. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? തീവ്രവാദം. ഫാന് പൊട്ടി തെറിച്ചിട്ട് ഹിന്ദുക്കൾ മരിച്ചെങ്കിലോ, അമ്പലം തകർന്നെങ്കിലോ? ഫാന് മദർസയുടെ ഉള്ളിലാണ്, പക്ഷെ അമ്പലമാണ് തകരുക. പിന്നെ മാത്രമല്ല മെയ്ഡ് ഇൻ പാകിസ്ഥാൻ. അങ്ങനെ എങ്ങനെ വന്ന്? ഈ ഇവിടെ ചോറ് അവിടെ കൂറില്ലേ? ഇന്ത്യയിലത്തെ ഫാൻ വാങ്ങിക്കൊടുക്കണം നിനക്ക് പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്ത് ജയിലിട്ട്. സംഗതി എന്താ അറിയോ? ദുബായിൽ നിന്ന് ആരോ സമ്മാനം കൊടുത്തതാണ്. ദുബായ് പറഞ്ഞ മുസ്ലിം രാജ്യമാണ്, സൗദി ഒരു മുസ്ലിം രാജ്യമാണ്, ഒക്കെ മുസ്ലിം രാജ്യമാണ്. അവിടെ പോയി ജോലി ചെയ്യുക, കുഴപ്പമില്ല. അങ്ങനെ ആരോ ഒരുത്തൻ പോയിട്ട് അവിടെ ജോലി ചെയ്തപ്പോൾ ഒരു ഫാന് വാങ്ങി. ആരപ്പോൾ നോക്കുന്നത്? കടയിൽ പോയിട്ടൊരു ഫാൻ വാങ്ങി. അങ്ങനെ നോക്കുമ്പോൾ മറ്റേ കൊണ്ടുവന്ന് ഒരു സമ്മാനം കൊടുത്ത് മദർസയിൽ കിടക്കണം, അതിൻ്റെ പിറകെ ഫ്രീ കിടക്കട്ടെ പറഞ്ഞിട്ട് കൊടുത്തതാണ്. ഏതൊരുത്തൻ ഇനിയിപ്പോൾ അയാളെയും പിടിച്ച് രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിലിടും, ഉറപ്പാണ്. അങ്ങനെ അതവിടെ തൂങ്ങിക്കിടക്കുകയാണ്. എന്താണ്, UAE എന്നും മുസ്ലിം രാജ്യത്ത് ഒരു സാധനം ഇന്ത്യയിലേക്ക് വരാറില്ല, വരാൻ പാടില്ലെന്ന് വല്ല നിയമമുണ്ടോ? എന്നിട്ട് അത് റിപ്പയറിന് കൊടുത്ത്. അതാണ് വാർത്ത. അത് ഭയങ്കര വാർത്തയാണ് കേട്ടോ. ഇതൊക്കെയാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. ഇത് എത്ര സ്ഥലത്താണ് വന്നെങ്കിൽ ഈ വാർത്ത? സ്ത്രീകളെ ബലാത്സംഗം ചെയ്തത് വാർത്തയല്ല, 3 വയസ്സുള്ള കുട്ടികളെ ബലാത്സംഗം ചെയ്തത് വാർത്തയല്ല. ഇത് ഭയങ്കര വാർത്തയാണ്. അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ, കാരണം മുസ്ലിം എലമെൻ്റ് ഉണ്ടെങ്കിൽ ഭയങ്കര വാർത്തയായിരിക്കും. അങ്ങനെ എന്താ സംഭവം അറിയോ? ഇത് ഈ ഫാനാളിൽ കുറേ മുമ്പ് കൊടുത്തതാണ്. അങ്ങനെ ഫാന് കേടുവന്നപ്പോൾ റിപ്പയർ ചെയ്യാൻ വേണ്ടി കൊടുത്ത്. കാരണം റിപ്പയർ കൊടുത്ത ആൾക്ക് പോലും അറിയില്ല ഇത് മെയ്ഡ് ഇൻ പാകിസ്ഥാൻ എന്ന്. ഏത് സമ്മാനം കൊടുത്ത ആൾക്കും അറിയില്ല, കാരണം UAE നിന്ന് വാങ്ങിയതാണേ. അങ്ങനെ ഈ വർക്ക്ഷോപ്പിൽ കൊടുത്തപ്പോൾ മൂപ്പരെ തുറന്നപ്പോൾ മെയ്ഡ് ഇൻ പാകിസ്ഥാൻ. എനിക്ക് കിട്ടിപ്പോയി, തീവ്രവാദികൾ ഞാൻ പിടിച്ചു പറഞ്ഞിട്ട് നേരെ ബജറംഗ് ദളിനെ വിളിച്ചു, RSSകാരെ വിളിച്ചു. അവരുടെ കയ്യിലിട്ട് അത് പൊടിപ്പും തൊങ്ങലും കൂട്ടി പോലീസിന് കൊടുത്തു. പോലീസിനാണെങ്കിൽ വേറെ സംഖ്യകൾ അവിടെ ഇരിക്കുന്നത്. അവർ സന്തോഷത്തിമർപ്പിൽ, അവർക്ക് അല്ലെങ്കിൽ തന്നെ ഒരു പണിയില്ലാതിരിക്കുകയാണ്. പണി ഉണ്ടെങ്കിലും ചെയ്യില്ലല്ലോ. സ്ത്രീകളെ ബലാത്സംഗം ചെയ്തെന്നുള്ള ഫോൺ വന്നാൽ എടുക്കുന്നില്ല. അങ്ങനെ അവർ നേരെ പോയിട്ട് ഞങ്ങൾക്ക് കിട്ടി, ഇതാണ് ഞങ്ങൾക്ക് വേണ്ടത് പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. എങ്ങനെയുണ്ട് വാർത്ത? സുഖമുള്ള വാർത്തയല്ലേ? അപ്പോൾ ഇതൊക്കെ കേരളത്തിൽ വരണം. അങ്ങനെ പക്ഷേ സത്യത്തിൽ ഫാൻ വാസ് സെൻറ്റ് ഫ്രം ദുബായ് ബൈ എ യങ് മാൻ ടു ഹിസ് ഫാമിലി ഹൂ ലേറ്റർ ഡൊണേറ്റഡ് ഇറ്റ് ടു ദ മദർസ. കണ്ടല്ലേ, ഒരു ദുബായിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിമുണ്ട്. അവരും സാധനമൊക്കെ വാങ്ങിക്കൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ മദർസയ്ക്ക് ഡൊണേറ്റ്. ഇനിയിപ്പോൾ എന്താണെന്ന് അറിയോ? ഇനിയിപ്പോൾ ആ കഥ അങ്ങനെ വരുമ്പോൾ ഉസ്താദിനെ അറസ്റ്റ് ചെയ്ത് പിന്നെ ആ കുടുംബക്കാരെ മുഴുവൻ അറസ്റ്റ് ചെയ്യും. കാരണം അവരാണല്ലോ ഇതിൻ്റെ ഉപജ്ഞാതാക്കൾ. പാകിസ്ഥാനെ സഹായിച്ചത് അവരാണല്ലോ. മുഴുവൻ അറസ്റ്റ് ചെയ്യും. പിന്നെ ആ ദുബായിൽ ജോലി ചെയ്യുന്ന ആളെ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യും. പിന്നെ അവർക്ക് 30 കൊല്ലം സുഖമായിട്ട് ജോലി ചെയ്യാതെ, കൂലി ചെയ്യാതെ ഇങ്ങനെ ജയിലിലത്തെ ഭക്ഷണം നല്ല പൊറാട്ടയും ചപ്പാത്തി അടിച്ചിങ്ങനെ കിടക്കാം. അതേസമയം ബലാത്സംഗികൾക്കൊരു പ്രശ്നമില്ല. ഇപ്പോഴാ പശ്ചിമ ബംഗാളിലൊക്കെ നടന്ന എല്ലും കത്തിക്കുകയാണ്. പള്ളി മാത്രമൊന്നുമല്ല, TMC ഓഫീസും അതും ഇത് എത്ര ആൾക്കാരെ കൊല്ലണം അവിടെ? ഒരു കേസുമില്ല. ഇനി സംഘികൾ എത്ര ചാരന്മാരുണ്ട് പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയിട്ട്. കഴിഞ്ഞ കൊല്ലം തന്നെ ഏതാണ്ട് 70 പേരാണ് അറിയുന്നത്. 70 പേരാണ് അറസ്റ്റ് ചെയ്തത് തീവ്രവാദികളെ. ഒറ്റ ആൾക്കും ഒരു പ്രശ്നമില്ല. ജാമ്യം കൊടുത്തു വിടുക. ഈ വർഷം ഇപ്പം എത്ര ആയിട്ടുള്ളൂ?
എത്ര എണ്ണത്തിന് അറസ്റ്റ് ചെയ്ത്? പാകിസ്ഥാന് വേണ്ടിയിട്ട് ചാരപ്രവർത്തനം. ആർക്കെങ്കിലും ഇതിൽ വല്ല കേസുണ്ടോ? പക്ഷേ ഒരു പ്രത്യേക തരം നിയമമാണ്. മുസ്ലിങ്ങളെ മാത്രമേ ഞങ്ങൾ പിടിക്കുള്ളൂ, അതും നിരപരാധികളെ തന്നെ. കാരണം അപരാധികളില്ലല്ലോ, ഒക്കെ കള്ളക്കഥയല്ലേ. ഇപ്പോൾ തന്നെ ഒരു TCS പറഞ്ഞൊരു കമ്പനിയിൽ മതം മാറ്റി, ആ കേസ് മൊത്തം പൊളിഞ്ഞു പോയി. എന്ത് മതം മാറ്റി? ഒക്കെ കെട്ടുകഥ. RS തീവ്രവാദികൾ കെട്ടുകഥ ഉണ്ടാക്കും, പോലീസുകാരത് തലപൊക്കി നടക്കും. പോലീസൊരു സംഖ്യകളാണല്ലോ, അവർ അതിനേക്കാൾ നല്ല കഥ ഉണ്ടാക്കും, എന്നിട്ട് ജയിലിലിടും, അല്ലെങ്കിൽ വെടിച്ചു കൊല്ലും. അതൊക്കെ പൊളിഞ്ഞു പപ്പടേ. അങ്ങനെ അല്ലാതെ ഒന്നുമില്ല. ISIS ഭീകരന്മാർ ഒക്കെ ഈ പറഞ്ഞ RSS തീവ്രവാദികളും ക്രിസ്ത്യൻ മറ്റേ ജൂതന്മാരാണ് ഫുള്ള്. മുസ്ലിങ്ങൾക്ക് അതിലൊരു പങ്കുമില്ല. അൽ-ഖൈദ അങ്ങനെ തന്നെയാണ്. പക്ഷെ പേര് മുഴുവൻ മുസ്ലിങ്ങളുടെ പെരടിക്കാണ്. അപ്പോൾ നല്ല രസമുള്ള വാർത്തയായിട്ട് എനിക്ക് തോന്നിയത്. ഇനി നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല, എനിക്ക് നല്ല രസമായി തോന്നി. ഇങ്ങനെ വേണം, ഇങ്ങനെ കേരളത്തിലൊക്കെ വരണം. അപ്പോൾ എല്ലാവരും ഫാനൊക്കെ ആദ്യം തന്നെ ഊരി നോക്കും. ഫാനും BJP ഭരണത്തിൽ വന്ന എല്ലാ മുസ്ലിങ്ങളും ഫാനും വാഷിംഗ് മെഷീനും ഒക്കെ ഊരി വേറെടുത്തിടും. എല്ലാ സ്പെയർ പാർട്സും വല്ലയിടത്തും മെയ്ഡ് ഇൻ പാകിസ്ഥാൻ എഴുതിയിട്ടുണ്ടോ പറഞ്ഞിട്ട്. പിന്നെ മറ്റൊരു സംഗതി കൂടി പറയട്ടെ. ഇതിപ്പോൾ മെയ്ഡ് ഇൻ പാകിസ്ഥാൻ പറഞ്ഞിട്ട് എഴുതി. ഈ അദാനിയും മോദിയും ഇവർ പാകിസ്ഥാനായിട്ട് ബിസിനസ് ഉണ്ട്. നിങ്ങൾക്ക് അറിയോ? അറിയേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് ജസ്റ്റ് ChatGPT ചോദിച്ചാൽ അറിയാം. അതിൽ ഏറ്റവും വലിയ ബിസിനസ് എന്താ അറിയോ? ഹിമാലയൻ ഉപ്പ്, ഹിമാലയൻ കല്ലുപ്പുണ്ടല്ലോ, അത് ഏറ്റവും കൂടുതൽ പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് അദാനിയാണ്. അപ്പോൾ അതെന്താ തീവ്രവാദ പ്രവർത്തനമല്ലേ? ഇതെന്താ ചിലർക്ക് മാത്രമേ ഉള്ളൂ? അത് ചോദിച്ചിട്ട് കാര്യമില്ല, അങ്ങനെ തന്നെയാണ്, ചിലർക്ക് മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ നിന്നാൽ മതി ഇന്ത്യയിൽ, അല്ലെങ്കിൽ പോയിക്കോ പാകിസ്ഥാനിലേക്ക് പോയിക്കോ. ഇതാണ് ഫാനിൻ്റെ മോട്ടർ. ആ മോട്ടർ കണ്ടാൽ തന്നെ അറിയാം എത്ര ശോചനീയമായ അവസ്ഥയിലാണെന്നുള്ളത്. പാകിസ്ഥാനെ പോലെ തന്നെ ശോചനീയമാണ്. എന്നിട്ടാലും പാകിസ്ഥാൻ എഴുതിയതാണോ, ഇനി അതിൽ ഉള്ളതാണോ, ഇനി ആ സംഖ്യകൾ തന്നെ കൊത്തിണ്ടാക്കി എഴുതിച്ചതാണോ എന്താ അറിയില്ല, ആൾക്കാരെ കൊടുക്കാൻ വേണ്ടിയിട്ടേ. അങ്ങനെ ഒരിത്. എന്നിട്ട് ഭയങ്കര വാർത്ത. അത് പിന്നെ ഒരു കടക്കാരൻ കണ്ടുപിടിച്ചിട്ടോ, ഭയങ്കരം തന്നെ. ഓക്കെ, പിന്നെ ഇതൊന്നും വാർത്ത ആവില്ല കേട്ടോ. എന്താ അറിയോ? യു ക്യാൻ സീ ഹൗ മച്ച് സ്റ്റഡി ബിസിനസ് ഈസ് ഗോയിങ് ഓൺ യോഗിയുടെ സ്വന്തം സംസ്ഥാനമായിട്ടുള്ള തീരെ എഴുതി കൊടുത്ത സംസ്ഥാനമായിട്ടുള്ള ഉത്തർപ്രദേശിലെ കാലിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കുട്ടികളെ കൊണ്ടുപോയി. കാലിൻ്റെ ചികിത്സ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ കിഡ്നി പോയി, വയറിൻ്റെ ഓപ്പറേഷൻ. കാലിൻ്റെ സൂക്കടിന് പോയപ്പോൾ എന്തോ ചെറിയ സൂക്കടാണ്, കാലിൻ്റെ ചികിത്സയ്ക്ക് പകരം പിന്നെ വയറൊക്കെ കീറി കിഡ്നി പുറത്തേക്ക് എടുത്ത് കൊണ്ടുപോയി. അങ്ങനെ ജനങ്ങൾ പ്രശ്നം ഉണ്ടാക്കുകയാണ്. ജനങ്ങൾ മീൻസ് മൊത്തം ഹിന്ദുക്കളാണ്. ഇതൊന്നും വാർത്തയാവില്ല, ഇതൊന്നും പ്രശ്നമല്ല. കിഡ്നി കട്ടുകൊണ്ടുപോയി. പക്ഷേ പാകിസ്ഥാനിൽ നിന്നുള്ള മോട്ടറാണ് പ്രശ്നം. കിഡ്നി പേഷ്യൻ്റ് ആർ ബീങ് റിമൂവ്ഡ്, കിഡ്നി ഓഫ് പേഷ്യൻസ് ആർ റിമൂവ്ഡ് ഇൻ ഹോസ്പിറ്റൽ. ഇഫ് യു ഡോണ്ട് കോൾ ദിസ് ദ ജംഗിൾ റൂൾ. പിന്നെ ഇതെന്താ പറയാമെന്ന്, ഇത് കാട്ടു നിയമല്ലെങ്കിൽ പിന്നെ എന്താണ് ആ സംസ്ഥാനത്തിൽ നടക്കുന്നത് ചോദിക്കുകയാണ്. ആശുപത്രിയിലേക്ക് പോയാലേ, ചെറിയ രോഗത്തിന് ആശുപത്രിയിൽ പോയാലേ കിഡ്നി അടക്കം പോയി കിട്ടും, പിന്നെ അതായിട്ട് അടക്കാം. എന്തൊരു ദ്രോഹമാണ്. പക്ഷെ അത് നമ്മൾ വാർത്ത പറയാൻ പാടില്ല കേട്ടോ, അതൊക്കെ നല്ല കാര്യമാണ്.